പ്രിയമുള്ളവരെ നമസ്കാരം. പ്രതി ഓന്തുഗോപാലൻ 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 ഡൽഹിയിലെ CGP നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, ഡൽഹിയിൽ യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. ദുരന്തോ എക്സ്പ്രസ് ഉണ്ടായിരുന്ന എന്റെ പൊന്നു ദൈവമേ, ഓന്തെന്ന് വിളിക്കണോ അഖിലെന്ന് വിളിക്കണോ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്ത് വിളിക്കാനോ താല്പര്യമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. പുള്ളി വീണ്ടും എന്തോ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ സമരം യഥാർത്ഥത്തിൽ BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും. രാഷ്ട്രീയമായി ഈ സമരം BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നത് തിരിച്ചറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പേരെന്ന് പറയുന്നത്. പരമാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോറം നിനക്ക് വേണം. ചാണകം എന്നും ചാണകം തന്നെയാണ് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കേട്ട് ഈ ഇടപെടലുകളെല്ലാം ചേർന്ന ഒരുവന്റെ ആഗ്രഹമായിരുന്നു നിയമസഭയിൽ ഇവ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കണമെന്ന ചിന്ത. ആ ചിന്തയിൽ നിന്നുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചൊരുവനാണ്, അല്ലാതെ മറ്റൊരു നേട്ടവും എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്കറിയാലോ, പുള്ളിക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല, പുള്ളിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും BJPയിലെ ക്യാഷിന്റെ കാര്യവും അടിച്ചു മാറ്റൽ കാര്യവും പുറത്തു വരുമ്പോ അറിയാം ആർക്ക് എന്തൊക്കെ കിട്ടിയെന്ന്. ബാക്കി കേൾക്കാം. ഒരു മോദി വിരുദ്ധത അല്ലെന്നുണ്ടെങ്കിൽ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പിടിക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയാൽ ഒരിടത്താണോ വോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കും ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഓരോരുത്തരും പല സ്ഥലത്ത് വോട്ട് ചെയ്ത് സ്വയം തോൽക്കുമ്പോൾ BJPക്ക് വേണ്ടി മാത്രം വോട്ട് പിടിച്ച് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ, BJPയെ സ്നേഹിക്കുന്നവർ, രാജ്യത്ത് NDA വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത BJPക്ക് അനുകൂലമായി ചിന്തിക്കും. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അഖിലേ, നിനക്കറിയാവോ നീ എന്തുകൊണ്ടാ പൊട്ടിപ്പോയെന്ന്? അറിയാവുന്നവരുണ്ട്, ഒന്ന് പറഞ്ഞു കൊടുത്തേരെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം ഒരിക്കലും രാഷ്ട്രീയമായി BJPക്ക് ഒരു ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടിയിട്ട് ഈ കിടന്ന് ബഹളം വയ്ക്കുന്ന വിഡ്ഢികൾ തിരിച്ചറിയണം. അതായത് ജനത് മന്ദിറിൽ സമരം ചെയ്യുന്ന കുട്ടികൾ, സമരം ചെയ്യുന്ന പോരാളികൾ വിഡ്ഢികളാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ എന്താ പറയുക? നിങ്ങൾ പറ. എന്താണെങ്കിലും അഖിലിന്റെ ഈ സംസാരമൊക്കെ കേട്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. ഇന്റർവ്യൂ ചെയ്യണോമാര് എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവന്മാർക്ക് ആളപ്പിടി കിട്ടും. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും.